കുക്കിംഗ് അഥവാ പാചകം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലവർ ഇഷ്ടപ്പെട്ട് ചെയ്യണം, ചിലർ അവരുടെ സാഹചര്യം മൂലം ചെയ്യണം. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് കുക്ക് ചെയ്യേണ്ട സാഹചര്യം എന്തായാലും വരും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അതിനാൻ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അളവ്, ചില ആൾക്കാർ ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അങ്ങനെ കുറേ അളവുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ടീസ്പൂൺ എന്താണ്, ടേബിൾ സ്പൂൺ എന്താണെന്നുള്ള അളവ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ അളവുകൾ നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ നമ്മളുടെ അളവ് നമ്മളൊന്ന് നോട്ടീസ് ചെയ്ത് ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഒരു കാര്യം, ടേസ്റ്റ്. അതായത് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. അതായത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മളുടെ എന്നാലും നമ്മളിതൊരു ടേസ്റ്റ് ചെയ്ത സംഭവങ്ങൾ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നമ്മളുടെ ടൈപ്പ് ഓഫ് ഡീവിയേഷനിൽ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊരു ടേസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു സംഭവമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തന്നെ പറ്റും. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഈസി ഫുഡ്സ് ഉണ്ടാക്കി പഠിക്കുക. അതായത് നമ്മൾ ആദ്യം തന്നെ വലിയ ഫുഡും കയറി പിടിക്കരുത്. അതായത് ചിക്കൻ പൊരിക്കാൻ പോലും അറിയാണ്ട് ചില്ലി ചിക്കനും കയറി പൊരിക്കാൻ നിൽക്കരുത്. ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയാണ്ട് നിങ്ങൾ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ എളുപ്പം ഫുഡ് ഉണ്ടാക്കി വേണം പഠിക്കാനായിട്ട്. സിമ്പിളായിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി പഠിക്കുക. നാലാമത്തെ ഒരു കാര്യം, കുക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത് പുറത്തുനിന്ന് മേടിക്കാണ്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് പോണത്, ചിലപ്പോൾ ഇത് പാളിപ്പോവും, ചിലപ്പോൾ മാത്രം ഇത് സക്സസ് ആവും. നമുക്കിത് സക്സസ് ആവുന്ന ഒരു ഉറപ്പുമില്ല. അത് കാരണം കൊണ്ട് നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് സാധനം മേടിച്ച് വെറുതെ ആവശ്യമുണ്ട് പൈസ കളയരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ്സ് വേണം ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യാനായിട്ട്. അഞ്ചാമത്തത് മസാല. ഈ മസാല നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരുപാടായിട്ട് ഉപയോഗിക്കരുത്, കുറച്ച് ഉപയോഗിക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ മസാലകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മതി. ചില സംഭവങ്ങൾ കഴിക്കുമ്പോൾ ഭയങ്കര മസാല കുത്തുണ്ടാവില്ലേ, അത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് വരാൻ പാടില്ല. അതിന് കുറച്ച് ഉപയോഗിക്കുക. പിന്നെ നിർബന്ധമാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ മാത്രം നമ്മൾ പിന്നെ മസാല ആഡ് ചെയ്താൽ മതി. ആറാമത്തെ ഒരു കാര്യം, ഉപ്പ്, മധുരം. ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റും, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ കുറക്കാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ഇതും നമ്മൾ കുറച്ച് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നേരത്തെ മസാലയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ നിർബന്ധമാണെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? കാരണം ഈ ഉപ്പ് മധുരം എന്നൊക്കെ പറഞ്ഞ സംഭവം നമുക്ക് കൂടിക്കഴിഞ്ഞാൽ കുറക്കാൻ പറ്റില്ല, പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് കയ്യിൽ വെച്ചേക്കാം. ലാസ്റ്റ് ബട്ട് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ അവർ വീഡിയോ. അതായത് നമുക്കറിയാത്ത സംഭവങ്ങളുടെ സഹായം നമ്മൾ വീട്ടിൽ നോക്കി ചോദിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കുക്കറി ഷോയിൽ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കരുത്. നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയ സംഭവങ്ങളെ നമുക്ക് ഇഷ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടാവണമെന്ന് യാതൊരു നിർബന്ധം പിടിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലത് ഇഷ്ടാവും, നമുക്ക് ചിലത് ഇഷ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്, അതായത് അമ്മ. ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് കുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയ ഒരു സംഭവം അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് പറയാ, ഇങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടെയും പറയാം. അപ്പോൾ അവരുടേതായിട്ടുള്ള വെറൈറ്റി പറയും. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ വേറെ ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 3 വെറൈറ്റിയും കൂടെയും കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലമ്പാവൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുണ്ടാക്കണ അത്ര പ്രൊഫഷണൽ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെയും അടിപൊളിയാവും. ഈ കുക്കിംഗ് രംഗത്ത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലാണ് ഫിറോസ് കാട ചാനൽ. ഇത് നോക്കി കുക്ക് ചെയ്യണവരുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. സംഭവം വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാക്കാനുണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഫിറോസ് കാട അത് കേൾക്കാനും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പയ്യൻ്റെ ഇത് കേൾക്കാനും ഒക്കെ ആയിരിക്കും നമ്മൾ മിക്കവരും ഇത് കാണുന്നത്. എന്തായാലും ഞാൻ അതിനായിട്ടാണ് കാണുന്നത്. ഫിറോസ് കവിൻ ഉണ്ടാക്കുന്നത് വലിയൊരു അളവിലാണ്. അത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാൾ ഓർഫനേജിക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത്ര അളവിൽ ഫുഡ് ഉണ്ടാക്കാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കിടന്ന് വെറുതെ വേസ്റ്റ് ആവുള്ളൂ. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ബൈ ഓൾ.